പാകിസ്ഥാൻ തീർത്തും പ്രതിരോധത്തിലാണ്. ഇന്ത്യ ശക്തമായ മേൽക്കൈ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. ഇന്ത്യ മേൽക്കൈ നേടിക്കഴിഞ്ഞു. ഇന്ത്യക്കാണ് പൂർണ്ണ അഡ്വാൻറ്റേജ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ സൈന്യത്തിന് കൂടുതൽ ആത്മവീര്യം കൊടുക്കുക. നമ്മുടെ സൈന്യത്തിന് നമ്മൾ പ്രത്യേകിച്ച് സാധാരണക്കാർ കൊടുക്കേണ്ട ആത്മവീര്യം അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. ദേ ആർ ബ്രേവ്, ഡെയറിങ്. അവർ ഹൈലി സ്കിൽഡാണ്. അവർക്കിപ്പോൾ ആധുനിക ആയുധങ്ങളും ഉണ്ട്. ലോകത്ത് ഏതൊരു സേനയ്ക്കെതിരെയും എവിടെയും കയറി ചെന്ന് അടിക്കുവാൻ പ്രാപ്തരായിട്ടുള്ള നമ്മുടെ സൈനികർ നമുക്കുണ്ട്. അവർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പാകിസ്ഥാൻ്റെ ഭീകരവാദികൾക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള തിരിച്ചടിയാണ്. പൊളിറ്റിക്കൽ ഡിസിഷൻ കൂടി അവർക്ക് അനുകൂലമായതോടുകൂടി ശക്തമായ ഒരു പ്രഹരം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകം തന്നെ പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സമ്പദ് വ്യവസ്ഥ എത്രയോ ബില്യൺ, കോടിക്കണക്കിന് രൂപയാണ് കഴിഞ്ഞ 2 ദിവസത്തെ സൈനിക നടപടിയിലൂടെ അവർക്ക് നഷ്ടമായത്. ഒപ്പം അതായത് കടൽ അതിർത്തി വഴിയുള്ള സപ്ലൈ ചെയിൻ നമ്മൾ കട്ട് ചെയ്തിരിക്കുകയാണ്. വെള്ളം നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ പാകിസ്ഥാൻ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾ തന്നെ ഭീകരവാദികൾക്കെതിരെ വളരെ ശക്തമായി ശബ്ദമുയർത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ ബലൂചിസ്ഥാൻ അവർക്ക് മറുവശത്തു കൂടി ആക്രമിച്ചു കയറുകയാണ്. അവർ വളരെ ശക്തമായ പ്രഹരമാണ് പാക് സൈന്യത്തിന് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി പാക് സൈനികരെ അവർ കൊന്നൊടുക്കി കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ പ്രവിശ്യയുടെ നിയന്ത്രണം അവർ പിടിച്ചെടുത്തിരിക്കുകയാണ്. ബലൂച്ച് പ്രവിശ്യയുടെ നിയന്ത്രണം അവർക്ക് പിടിച്ചെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അവർ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ തീർത്തും പ്രതിരോധത്തിലാക്കി ബാക്ക് ഫുട്ടിലായിരിക്കുകയാണ് പാക് ആർമി എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. ഇതിനിടയിൽ ഒന്നുകൂടി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലെ കുറേയേറെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ തീർത്തും രാജ്യത്തിൻ്റെ മനോവീര്യം കെടുത്തുന്ന തരത്തിലേക്ക് കൊണ്ടുപോകരുത്. നമ്മൾ യുദ്ധം ആഗ്രഹിച്ചില്ല. അത് ആദ്യം മനസ്സിലാക്കുക. യുദ്ധത്തിന് വേണ്ടി മുൻകൈയെടുത്ത് മുന്നോട്ട് വന്നത് പാക് ഭീകരരാണ്. ഭീകരവാദികളെ സ്പോൺസർ ചെയ്യുന്ന, ഭീകരവാദികളെ വളർത്തുന്ന, ഭീകരവാദികളെ പരിശീലിപ്പിക്കുന്ന ഭീകരവാദത്തിൻ്റെ ഉറവിടമായ പാകിസ്ഥാനാണ് ഈ സൈനിക നടപടിക്ക് തുടക്കം കുറിച്ചത്. അതിന് ഒരുമ്പെട്ടവർക്ക് കൃത്യമായ തിരിച്ചടിയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ തിരിച്ചടി വളരെ ശക്തം തന്നെ ആയിരിക്കും. അല്ലാതെ നമ്മൾ യുദ്ധം കൊതിക്കുന്നില്ല, നമ്മൾ ഒരു വാർഫെയറിലേക്ക് പോയിട്ടില്ല, നമ്മൾ ആരെയും കൊന്നൊടുക്കുന്നില്ല.